നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ കമല മനുവിനോട് ചോദിച്ചു, എടാ നീ ഹരിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അലീനയോട് പറഞ്ഞു എന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ മനു പറഞ്ഞു, ഞാൻ അലീനയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ റെക്കമെൻഡ് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനായിട്ട് എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമല ചോദിച്ചു, പിന്നെ നീ എന്ത് കാണിക്കാനാടാ അങ്ങോട്ടേക്ക് പോയെന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അമ്മേ. ഞാൻ അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അവന് ശരണ്യോട് പോയി സംസാരിക്കും തോന്നുന്നുണ്ടോ ഹരിക്ക് വേണ്ടിയിട്ട്? രോഹിത്ത് നിരപരാധിയാന്ന് അറിഞ്ഞിട്ട് പോലും രോഹിത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് അവള് സ്വാധീനം ചെലുത്തിയില്ല, പിന്നെയാണ് ഹരിക്ക് വേണ്ടിയിട്ട്. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, നിനക്കൊന്ന് പറഞ്ഞു നോക്കാൻ മേലായിരുന്നോടാ മോനെ, എങ്ങാനും അവളുടെ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ ഹരിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയാലോ, അവന് ജാമ്യമെങ്കിലും കിട്ടിയാലോ എന്ന് ചോദിച്ചു. അച്ഛൻ എന്തറിഞ്ഞിട്ടാ പറയണേ? അച്ഛൻ അറിയാലോ അലീനയുടെ സ്വഭാവം എന്താ ഇങ്ങനെയാന്നൊക്കെ. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. ആ സമയത്ത് കമല ചോദിച്ചു, പിന്നെ നീ എന്ത് കാണിക്കാനാടാ പോയത്? ഹരിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനല്ലേന്ന് ചോദിച്ചു. അമ്മ, ഞാൻ ഹരിയുടെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല അവളോട് സംസാരിച്ചേ. അപ്പം നീ ശരണ്യയുടെ വീട്ടിൽ പോയതോ? ശരണ്യയുടെ വീട്ടിൽ പോയി, പക്ഷെ ഞാൻ ഹരിയുടെ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. തിരികെ വരുന്ന വഴി ഞാൻ അലീനയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഹരിയുടെ കാര്യം മാത്രമല്ല എൻ്റെ കാര്യം കൂടെയാന്ന് പറഞ്ഞു. നിന്റെ കാര്യമോ? നിന്റെ കാര്യം എന്താടാ ഇപ്പോൾ അവൾ സംസാരിക്കാനുള്ളത്? അത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അമ്മയ്ക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. എന്താടാ നിനക്കെന്താടാ ഇത്ര രഹസ്യമായിട്ടുള്ളൂ പറയാനുള്ളതെന്ന് ചോദിച്ചു. അതെ, എനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം. ഇഷ്ടമാണോ? ദൈവമേ, ഭൂമി കീഴ്മേ മറിയുന്ന പോലെ തോന്നി കമലയ്ക്ക്. ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. അതെ, എനിക്ക് അവളെ ഇഷ്ടമാണ്, അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവളെ മാത്രമായിരിക്കുമെന്ന് ഞാൻ അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, നീ എന്തൊക്കെയാടാ പറയണേന്ന് ചോദിച്ചു. അതേമേ. ആ സമയത്ത് ശിവശങ്കരൻ ചോദിച്ചു, എന്നിട്ട് അവൾ എന്ത് മറുപടി പറഞ്ഞു? അവൾ പ്രത്യേകിച്ചൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. അവളുടെ മറുപടിക്കായിട്ട് ഞാൻ കാത്തിരിക്കും. അതിനിപ്പോൾ എത്ര കാലം വേണ്ടിയിട്ടാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരാളെ മാത്രമേ ഉള്ളൂ, അത് അലീനയാന്ന് പറഞ്ഞു. കമലയ്ക്ക് സാർവ നിയന്ത്രണം വിട്ടുപോയി. കമല പറഞ്ഞു, നീ എന്താടാ പറയണേ? ഒരു വീട്ടുജോലിക്കാരി, അപ്പനേതാ അമ്മ ഏതാന്നൊന്നും അറിയത്തില്ല, എവിടെയോ കിടന്ന് ഒരുത്തി, അവൾ എങ്ങനത്തെവളാന്ന് പോലും അറിയത്തില്ല. വീട്ടുജോലിക്കാരിയായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന അവളെ തന്നെ വേണം നിനക്കല്ലേ കൈതയ്ക്കൽ മാളി വീടിൻ്റെ അന്തസ് കളയാൻ വേണ്ടിയിട്ട്. അവളെ നിനക്ക് കൈപിടിച്ച് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണം. എൻ്റെ കൊക്കിന് ജീവനുണ്ടെ നടക്കില്ലടാ, ഞാൻ മരിച്ചതിന് ശേഷം മാത്രം നടക്കുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എൻ്റെ കമല നീയൊന്നും മിണ്ടാതിരിക്കുക. ശിവശങ്കരൻ അറിയാലോ വൈജയുടെ മോളാണ് അലീന എന്നുള്ള കാര്യം, നീ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞു. എൻ്റെ ശിവേട്ട, ഇവൻ്റെ തോന്നിയാസത്തിന് ശിവേട്ടനും കൂട്ടി നിൽക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നടക്കുന്ന കാര്യമല്ല അതൊന്നും. ആ സമയം മനു ചോദിച്ചു, ഈ കൈതയ്ക്കൽ മാളി വീടിന് എന്ത് അന്തസ്സാ ഉള്ളമ്മേ? എന്തെങ്കിലും അന്തസ്സുണ്ടോ? അതൊക്കെ മുമ്പേ പോയതാന്ന് പറഞ്ഞു. ആ സമയം ശിവശങ്കരൻ മനുവിനെ നോക്കി, മനുവിൽ നിന്നും വിളിച്ചു. മനുശങ്കറിന് മനസ്സിലായി ഒന്നും പറയണ്ട എന്നുള്ള രീതിയിലുള്ള വിളിയാന്ന്. മനുശങ്കർ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടേ അവളേ ഉള്ളൂ, ഇനി എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കമല ശിവശങ്കരനോട് പറഞ്ഞു, നിങ്ങൾ എന്താ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നേ? നിനക്കൊന്നും പറയാനില്ലേന്ന് ചോദിച്ചു. എടി ഞാനെന്ത് പറയാനാ, അവൻ അവളെ ഇഷ്ടമാണ്, പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓഹോ, അപ്പം ഏത് വൃത്തികെട്ടവളെ കല്യാണം കഴിക്കട്ടെ എൻ്റെ മോനെ എന്നാണ് നിങ്ങൾ വിചാരിക്കണമെന്ന് ചോദിച്ചു. നടക്കില്ല, ഈ ജന്മത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ കമല, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, അവൾ നല്ല പെൺകുട്ടിയല്ലേ അലീന. പിന്നെ അവൻ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ മിണ്ടരുത് നിങ്ങൾ. അപ്പം എല്ലാവരും കൂടെ ചേർന്ന് ഒത്തുചേർന്നിട്ടാണല്ലേ, നിനക്ക് ഇത്രയെങ്കിലും സാമാന്യ ബോധം എന്തെന്നും ഉണ്ടോ? എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് തലയുർത്തി പിടിച്ച് നടക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അപ്പനും മോനും കൂടെ എന്നെ ഇതിലൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് കമല ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. ശിവശങ്കറിന് മനസ്സിലായി ഇതെങ്ങനെ ഒരു നടക്കൊന്നും പോകത്തില്ല, കമല സമ്മതിക്കില്ല. പക്ഷേ എങ്കിലും മനുശങ്കറിന് അലീനെ ഇഷ്ടമാണെങ്കിൽ ആ വിവാഹത്തിന് തനിക്ക് സമ്മതിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ ശിവശങ്കറിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയത്ത് കൃഷ്ണമോള് രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ രോഹിത്തിനോട് സംസാരിക്കണ സമയത്ത് കൃഷ്ണമോൾ അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദേ, രോഹിത്തേട്ടനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള ആളാരാന്നറിയാവോ? അത് അലീന ചേച്ചിയാ. അലീന ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും രോഹിത്തേട്ടന് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. അലീന ചേച്ചിയുടെ തല വഴി മണ്ണെണ്ണ ഒഴിച്ച്
തീ കൊളുത്താനായിട്ട് ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ശരണ്യയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ. പക്ഷേ അതൊക്കെ അലീന ചേച്ചി തരണം ചെയ്ത് മുന്നോട്ട് വന്നു. രോഹിത്തേട്ടൻ അറിയണോ കാണണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീഡിയോ കാണിച്ചു കൊടുക്കണം ഫോണിനകത്തുള്ള. അത് കണ്ടു കഴിഞ്ഞപ്പോൾ രോഹിത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കണ്ടോ, ഇത്രയൊക്കെ ത്യാഗം സഹിച്ചാണ് അലീന ചേച്ചി രോഹിത്തേട്ടനെ പുറത്തിറക്കിയത്. രോഹിത്തേട്ടൻ അലീന ചേച്ചിയെ കാണത്തില്ലോ, ഇഷ്ടമില്ലോ. പക്ഷെ അങ്ങനെയല്ല, അലീന ചേച്ചി നമ്മളെല്ലാം സ്വന്തം കൂടപ്പുറപ്പുകളായിട്ടാണ് കാണുന്നത്. രോഹിത്തേട്ടൻ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അലീന ചേച്ചി അതൊക്കെ മനസ്സ് വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അലീന ചേച്ചിയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനൊരു സാഹചര്യത്തിൽ രോഹിത്തേട്ടനെ രക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. സ്വന്തം ജീവൻ കൊടുത്തുവാ അലീന ചേച്ചി രക്ഷിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രോഹിത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. താൻ ചെയ്ത എത്ര വലിയ ക്രൂരതയാന്നുള്ള സത്യവും തിരിച്ചറിയായിരുന്നു. ഒരു വയ്യാതെ കിടന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന പോലും. എല്ലാവരും അങ്ങനെയാണല്ലോ. വയ്യാതെ വീണ് കിടക്കുമ്പോഴാണ് താൻ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന പോലും. വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല്. അങ്ങനെ കൃഷ്ണമോള് രോഹിത്തിൻ്റെ മനസ്സിലേക്ക് അലീനയെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും ഭാവിതി ചോദിച്ചു, എങ്ങനെയുണ്ട് രോഹിത്തേട്ടൻ, എങ്ങനെയുണ്ട്, മാറ്റം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ കംപ്ലീറ്റ് മാറ്റിയെടുത്തില്ല രോഹിത്തേട്ടനെ. അലീന ചേച്ചി ഇപ്പം കണ്ടോ, നല്ല മാറ്റമാണ്. അലീന ചേച്ചിയുടെ മുന്നിൽ രോഹിത്തേട്ടൻ സറണ്ടറായി കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരാട്ടിൻകുട്ടിയായിട്ടാണ് രോഹിത്തേട്ടൻ അലീന ചേച്ചിയുടെ മുന്നിൽ നിൽക്കുന്നത്. അലീന ചേച്ചി എന്ത് പറഞ്ഞോ അതെല്ലാം രോഹിത്തേട്ടൻ അനുസരിക്കുമെന്ന് പറഞ്ഞു. ഭവതിക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നത്. മുമ്പത്തെ പോലെ അല്ലോ, ഭവതിയെ മാറ്റത്തിൻ്റെ പാതയിലായിരുന്നല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന രോഹിത്തിൻ്റെ മുറിയിലേക്ക് വന്നു. രോഹിത്തിനും പതുക്കെ പിടിച്ച് എഴുന്നേപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ ഈ ഡ്രസ്സൊക്കെ മാറി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണ്ടേന്ന് ചോദിച്ചു. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്, ഈ മുടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അലീന രോഹിത്തിൻ്റെ മുടിയൊക്കെ കട്ട് ചെയ്യണം. രോഹിത്ത് ഇരുന്നു കൊടുത്തു. രോഹിത്തിനൊരു സംശയം ഉണ്ടായിരുന്നില്ല അലീന ചെയ്യുന്ന കാര്യത്തിൽ. കാരണം അവൾ ആ ചെയ്യുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ തനിക്ക് ചെയ്തു തരുവോളെന്നറിയാം. കണ്ണിലേക്ക് മുടിയൊക്കെ വീണ് കണ്ണുപോലും കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ആദ്യമൊക്കെ രോഹിത്ത് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അലീന സമ്മതിച്ചില്ല. പിന്നെ മുടി വെട്ടിക്കൊടുക്കുകയാണ്. അലീനയ്ക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അവിടെ സ്നേഹസാധനത്തിലായിരുന്ന സമയത്ത് അലീന അവിടെയുള്ള വയ്യാത്തവരുടെയൊക്കെ മുടിയൊക്കെ വെട്ടിക്കൊടുത്ത് അവരെല്ലാം ക്ലീൻ ആക്കുന്നത് അലീനയായിരുന്നല്ലോ. അതോടൊപ്പം തന്നെ അവൾ മറ്റു കോഴ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു, വയ്യാത്തവരെ ശുശ്രൂഷിക്കുന്ന കോഴ്സ്. അതുകൊണ്ട് അലീനയ്ക്ക് അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അലീന അതൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, അതെ ഇനി ഒന്ന് കുളിച്ച് നല്ല മിടുക്കനായിട്ട് വാ, അപ്പോഴേക്കും ഞാൻ കഴിക്കാനുള്ള ആഹാരം എടുത്തോണ്ടിരാന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അലീന അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ രോഹിത് കണ്ണാടിക്കകത്ത് പോയി നോക്കി. തൻ്റെ ഷേപ്പേ മാറിപ്പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി. കുറച്ചു മുമ്പ് വരെ ഒരു പ്രാകൃത രൂപമായിരുന്നു. കണ്ണാടിക്കകത്ത് നോക്കാൻ പോലും രോഹിത്തിന് ഭയമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. കണ്ണാടിക്കകത്ത് നോക്കിയപ്പോൾ മുഖത്തൊരു പ്രകാശം വെട്ടം വീണ പോലെ തോന്നി. കുറച്ച് മെലിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം വെട്ടം വെളിച്ചമൊക്കെ മുഖത്ത് വീണിട്ടുണ്ട്. എന്തോ ഒരു പുതുജീവൻ വന്ന പോലെ രോഹിത്തിന് തോന്നി. അങ്ങനെ രോഹിത്ത് കുളിയെല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അലീന രോഹിത്തിന് കഴിക്കാനുള്ള ആഹാരമൊക്കെ ആയിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് കഴിക്കാനും പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ചു. രോഹിത്ത് അലീനയെ നോക്കി, എന്താ നോക്കണേ, കഴിക്കുക എന്ന് ചോദിച്ചു. അങ്ങനെ അലീന അങ്ങ് തിരിഞ്ഞ് നടക്കുമ്പോഴത്തേനും അലീന ചെയ്യുന്നു ഒറ്റ വിളിയായിരുന്നു. അലീന തിരിഞ്ഞു നിന്നു. തന്നെ തന്നെയാണോ വിളിക്കുന്നൊരു ചിന്ത. എന്താ എന്നെയാണോ വിളിച്ചതെന്ന് ചോദിച്ചു. അതെ അലീന ചേച്ചി തന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. അല്ല അലീന ചേച്ചി, അങ്ങനെ വിളിച്ചാൽ എന്താ, ബാബിൻ്റെ കൃഷ്ണയൊക്കെ വിളിക്കുന്നുണ്ടേ, അപ്പം പിന്നെ എനിക്കും വിളിക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന തിരിഞ്ഞു വന്നിട്ട് പറഞ്ഞു, വിളിക്കാം. ഈ വിളിക്കായിട്ട് ഞാൻ എത്ര കാലമായിട്ട് കാത്തിരിക്കുന്നതെന്നറിയാവോ. നീ എന്നെ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ, തിരിച്ചറിഞ്ഞല്ലോ, എനിക്ക് സമാധാനമായി. ഞാൻ വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഇങ്ങനെ ഒരു വിളി കേൾക്കാൻ വേണ്ടിയിട്ടാണ് കാത്തിരുന്നതെന്നൊക്കെ പറഞ്ഞ് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, സോറി കേട്ടോ അലീന ചേച്ചി, ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം സോറി. കുറേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അലീന ചേച്ചിട്ട് പോലും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ക്രൂരതകളാണ് ചെയ്തേ, എന്നോട് പൊറുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും വേണ്ട, പൊറുക്കേണ്ട കാര്യം എന്നാ, നീ എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് അവൻ തൻ്റെ മനസ്സ് ഉറക്കുവാണ് രോഹിത്ത് അലീനയോട്. ചേച്ചി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോഴത്തേനും അലീന പറഞ്ഞു, ആഹാരം കഴിക്കുക, ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ചേച്ചി ഇവിടെ ഇരിക്കുക, എനിക്ക് ചേച്ചി കുറച്ച് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയണം. അലീന ഒരു അമ്പരപ്പോട് കൂടി രോഹിത്തിനെ നോക്കണം. അങ്ങനെ രോഹിത്ത് ആഹാരം കഴിക്കാൻ തുടങ്ങി. അലീന അടുത്ത് തന്നെ ഇരുന്നു. അപ്പോഴാണ് രോഹിത്ത് ആ കാര്യങ്ങൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചേച്ചിയോട് ദേഷ്യമായിരുന്നു. അമ്മയുടെ പെരുമാറ്റം, അമ്മ ചേച്ചീനെ ഒരു ശത്രുവായിട്ടല്ലേ കാണുന്നേ. പണ്ട് മുതൽ അമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് വരുന്ന മകനായിരുന്നു ഞാനും അതെ, ബബിത അതെ, അങ്ങനെ തന്നെയായിരുന്നു. കൃഷ്ണമോള് മാത്രമായിരുന്നു അച്ഛൻ്റെ ഭാഗത്ത് നിന്നിരുന്നേ. അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കും ഇഷ്ടമില്ലായിരുന്നു. അലീന ചേച്ചി ശത്രുവായിട്ടാണ് ഞങ്ങൾ കരുതിയത്, അതുകൊണ്ടാണ് ഞാൻ ഹരിയോടൊപ്പം ചേർന്ന് അങ്ങനത്തെ ക്രൂരതകളൊക്കെ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ
എൻ്റെ അമ്മയുടെ ജീവിതം തകർക്കാൻ വന്ന പിശാശായിട്ടാണ് അലീന ചേച്ചി ഞാൻ കണ്ടത്. പോരാത്തന്നെ അമ്മ വീട് വിട്ടു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അലീന ചേച്ചിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയത്. കൃഷ്ണമോൾ അപ്പോഴും വന്നെന്നെ ഉപദേശിക്കുമായിരുന്നു. പക്ഷേ എങ്കിൽ എനിക്കെന്തോ അതൊന്നും അങ്ങോട്ട് സ്വീകരിക്കാനായിട്ട് ഒരുക്കമായിരുന്നില്ല. വല്ലാത്തൊരു ദേഷ്യമൊക്കെ ആയിരുന്നു അലീന ചേച്ചിയോട്. പിന്നെ എല്ലാം തകർത്തെറിയാനായിട്ടൊരു ചിന്ത, എങ്ങനെയെങ്കിലും ഇതൊക്കെ തകർത്തെറിയണം. അച്ഛനോട് വരെ ദേഷ്യമായിരുന്നു. അച്ഛനെ അലീന ചേച്ചിയും വെച്ച് സംശയമായിരുന്നു എനിക്ക്. എൻ്റെ ജീവിതം തന്നെ എൻ്റെ ലൈഫ് തന്നെ എനിക്ക് തല്ലി പൊടിച്ച് കളയാൻ തോന്നി. എവിടെയെങ്കിലും പോയി മരിച്ചാലോ എന്ന് പോലും പല സമയത്ത് തോന്നിയിട്ടുണ്ട്. അമ്മാതിരി വിഷമമായിരുന്നു. അങ്ങനെ അവൻ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴത്തേനും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അലീന പറഞ്ഞു, സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എനിക്ക് മനസ്സിലായി അലീന ചേച്ചി എൻ്റെ കൂടപ്പിറപ്പാണ്. കൂടപ്പിറപ്പുകൾ പോലും ചെയ്യാത്ത കാര്യങ്ങളല്ലേ അലീന ചേച്ചി എനിക്ക് വേണ്ടി ചെയ്തു തരുന്നതെന്നൊക്കെ ഇങ്ങനെ രോഹിത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പിന്നീട് അലീനയോട് സാരമില്ല, മനുഷ്യന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല. പിന്നെ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അവരൊന്നും കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. നിന്നിൽ നിന്ന് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചെയ്തേ. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ നീ എന്നെ ചേച്ചിയായിട്ട് തിരിച്ചറിയുന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എനിക്കത് മാത്രം മതി ഈ ജീവിതത്തിൽ. ഞാനൊന്നും പ്രതീക്ഷിച്ചല്ല ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ നിങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനുമാണ് എൻ്റെ മനസ്സിൽ എൻ്റെ സഹോദരങ്ങളാണല്ലോ എന്നൊക്കെ ഒരു ചിന്ത വന്നതെന്നൊക്കെ പറഞ്ഞ് അലീന പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ട് നിർബന്ധിച്ച് ആഹാരമൊക്കെ കഴിപ്പിച്ചതിന് ശേഷമാണ് അലീന താഴേക്ക് വരുന്നത്. പിന്നീട് ബാലേന്ദ്രനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കൊക്കെ ആഹാരം എടുത്ത് വെച്ച് വിളിച്ചു. ബാലേന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, രോഹിത്ത് വല്ലതും കഴിച്ചോ മോളെന്ന് ചോദിച്ചു. കഴിച്ചെന്ന് പറഞ്ഞു. കൃഷ്ണമോൾ പറഞ്ഞു, രോഹിത്തേണ്ട കാര്യം ഓർത്തിട്ട് അച്ഛൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ബബിത പറഞ്ഞു, അത് ശരിയാ, അലീന ചേച്ചി രോഹിത്തേണ്ട കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അമ്മ നോക്കുന്നേക്കാളും കാര്യമായിട്ടാന്നൊക്കെ പറഞ്ഞു. അത് ബൈജ കേട്ടു. ബൈജയ്ക്ക് സഹിച്ചില്ല മുറിയിലിരുന്ന്. എന്ത് ചെയ്യാൻ പറ്റും? ഈ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അലീന ചേച്ചി അല്ലായിരുന്നെങ്കിൽ രോഹിത്തേട്ടൻ ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലായിരുന്നു. അതേ രോഹിത്തേട്ടൻ മാത്രമല്ല, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുമോ? അപ്പോഴേക്കും ഭവിത പറഞ്ഞു, അത് ശരിയാ, എനിക്ക് കോളേജിലേക്ക് പോകാൻ പോലും പറ്റില്ലായിരുന്നു. അലീന ചേച്ചി കാരണമെന്ന് പറഞ്ഞു. ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമായി അലീനയെക്കുറിച്ച് ഭവിതയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ. പിന്നീട് ബാലേന്ദ്രനൊക്കെ ആഹാരം എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഭവിത പറഞ്ഞു, അല്ല അലീന ചേച്ചി എന്തിനാ നിൽക്കുന്നത്? നമുക്ക് ഒരുമിച്ച് കഴിക്കാം, ഇവിടെ ഇരിക്കാനൊക്കെ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ്റെ അത്ഭുതത്തോടു കൂടി ഭവിതയെ നോക്കുകയാണ്. നേരത്തെ ഭവിത ഇങ്ങനെ ആയിരുന്നില്ല, നല്ല മാറ്റമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ വൈജയ്ക്ക് ഇതൊന്നും സഹിക്കുന്നുണ്ടായിരുന്നില്ല. മക്കളും ബാലേന്ദ്രനും അലീനയും എല്ലാവരും കൂടെ ഒന്നാന്നേ വല്ലാത്തൊരു ദേഷ്യമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥയ്ക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.